നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ IT പരീക്ഷയുടെ പാഠങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം. ഓരോരോ സോഫ്റ്റ്വെയറിനും ഓരോരോ വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ആ വീഡിയോകളുടെ ലിങ്കുകളും നൽകിയേക്കാം. അപ്പോൾ എല്ലാ വീഡിയോകളും കാണാൻ ശ്രദ്ധിക്കണം. ഒപ്പം തിയറി ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി IT പരീക്ഷയായിട്ട് മാറട്ടെ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമന്റും നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ലിബ്രോഫീസ് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ സങ്കേതം മെയിൽ മെർജുമായി ബന്ധപ്പെട്ടതാണ്. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് രക്ഷകർത്താക്കളെ ക്ഷണിക്കുന്നതിനുള്ള ഒരു ക്ഷണക്കത്ത് ലിബ്രോഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. രക്ഷകർത്താക്കളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള parents_details.ods എന്ന ഫയലിലും ക്ഷണക്കത്തിന്റെ മാതൃക ഇതേ ഫോൾഡറിൽ notice.ott എന്ന ഫയലിലും തന്നിട്ടുണ്ട്. തയ്യാറാക്കിയ കത്തുകൾ ഒറ്റ ഫയലായി സിംഗിൾ ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question നമ്പർ ഫയൽ നാമമൊക്കെ നൽകി സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. parents_details.ods എന്ന ഫയല് രക്ഷകർത്താക്കളുടെ വിവരങ്ങൾ ചേർത്തിരിക്കുന്ന ഫയലും notice.ott എന്ന ഫയല് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടുന്ന ഫയലുമാണ്. അപ്പോൾ notice.ott എന്ന ഫയലാണ് തുറക്കേണ്ടത്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ notice.ott എന്ന ഫയല് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഇപ്പോൾ സൈബർ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാമിന്റെ ഒരു ഫയൽ ഇവിടെ കാണാം. ഇതിലേക്ക് മെയിൽ മെർജ് ആണ് ചെയ്യേണ്ടത്. മെയിൽ മെർജ് ചെയ്യാൻ ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്സ്, ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്സ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലത്തെ ടാബിൽ നിന്നും ഡാറ്റാബേസ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. ഡാറ്റാബേസ് ടാബ് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും മെയിൽ മെർജ് ഫീൽഡ്സ് എന്ന ടാബ് സെലക്ട് ചെയ്യാം. ശേഷം ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ബ്രൗസില് ഹോമില് എക്സാം ഡോക്യുമെന്റ്സില് അവിടെ പച്ച നിറത്തിൽ കാണുന്ന parents_details.ods എന്ന ഫയലിനെ ഓപ്പൺ ചെയ്യാം. പേരന്റ്സ് ഡീറ്റെയിൽസ് ഓപ്പൺ ആയി. ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന ഫയലിൽ ഈ ഇടതുവശത്ത് കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷീറ്റ് ഓപ്പൺ ആയി വരും. ആ ഷീറ്റിന്റെ ഇടതുവശത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രകാരം ഒരു ലിസ്റ്റ് ഓപ്പൺ ആയി വരും. ഈ ടാബ് അല്പം നീക്കി വെച്ച ശേഷം ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് നെയിം ഓഫ് പാരന്റ് ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിടുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതിയാവും. നെയിം ഓഫ് പാരന്റ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നെയിം ഓഫ് പാരന്റ് വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് നെയിം താഴെ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻസ് നെയിം ക്ലിക്ക് ചെയ്യുക. അഡ്രസ് ക്ലിക്ക് ചെയ്ത് അഡ്രസ് ക്ലിക്ക് ചെയ്യുക. പിൻ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് പിന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. ഇത്ര മാത്രം ചെയ്ത് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം ഫയൽ മെനുവിലെ പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ പ്രിന്റ്. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഔട്ട്പുട്ട് എന്ന ഭാഗത്ത് പ്രിന്റർ എന്നത് മാറ്റിയിട്ട് ഫയൽ ആക്കുക. സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ് എന്ന മെനു ഓപ്പൺ ആയി വരുന്നുണ്ട്. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ടൺ ഫോൾഡറിൽ ഇതിനെ സേവ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ആയി. ശേഷം ഈ വിൻഡോ സേവ് ചെയ്യേണ്ടതില്ല, ഈ ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ക്ലോസ് ചെയ്യുക. ഡോണ്ട് സേവ് കൊടുത്താൽ മതിയാവും. നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഫയൽ ഹോമിലെ എക്സാം ടൺ ഫോൾഡറിൽ ഉണ്ട്. ഇതാണ് ആ ഫയൽ. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി ഇൻവിജിലേറ്ററെ കാണിക്കുമ്പോൾ നമുക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കിയതായി കാണാം. ഇപ്പോൾ ഒന്നാമത്തെ പാരന്റിന്റെ പേര് അനിൽകുമാർ, അനിത, സദ്ഗമയ. ഇങ്ങനെ എല്ലാ രക്ഷകർത്താക്കളുടെയും ഡേവിഡ്, മോഹൻകുമാർ ഡി, പാറയിൽ, ഇങ്ങനെ എല്ലാ രക്ഷകർത്താക്കളുടെയും കത്ത് നമുക്കിവിടെ തയ്യാറാക്കാം. മെയിൽ മെർജുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രവർത്തനം നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട ഏതാനും കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡുകൾ ലിബ്രോഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള participants.ods എന്ന ഫയലിലും തിരിച്ചറിയൽ കാർഡിന്റെ മാതൃക ഇതേ ഫോൾഡറിലെ ID_card.ott എന്ന ഫയലിലും തന്നിട്ടുണ്ട്. തയ്യാറാക്കിയിരിക്കുന്ന തിരിച്ചറിയൽ കാർഡുകൾ ഒറ്റ ഫയലാക്കി സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം കൂടി നമുക്ക് ചെയ്യാം. തുറക്കേണ്ടുന്ന ഫയല് ID_card.ott. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ ID_card.ott എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിന്റെ ID കാർഡിന്റെ ഒരു മാതൃക വന്നിട്ടുണ്ട്. അതിനുശേഷം മെയിൽ മെർജ് ചെയ്യാം. മെയിൽ മെർജ് ചെയ്യേണ്ടത് ഫയൽ ഏതാണ്? participants.ods എന്ന ഫയലിലേക്കാണ് മെയിൽ മെർജ് ചെയ്യേണ്ടത്. ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്സ്, അതിൽ നിന്നും ഡാറ്റാബേസ്, മെയിൽ മെർജ് ഫീൽഡ്സ്, ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ
participants.ods എന്ന ഫയലിനെ ഓപ്പൺ ചെയ്യുക. താഴേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇടതുവശത്തുള്ള ആരോ മാർക്കിൽ പിന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ ഈ വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നെയിം ഓഫ് പാർട്ടിസിപ്പന്റ് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക. നെയിം ഓഫ് കോമ്പറ്റീറ്റിംഗ് ഐറ്റം, അഡ്മിഷൻ നമ്പർ, സ്റ്റാൻഡേർഡ്, നെയിം ഓഫ് സ്കൂൾ. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇപ്പോ ഒരു അലൈൻമെന്റിന്റെ പ്രശ്നം നമുക്കിവിടെ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തിരുത്താനായിട്ട് വളരെ എളുപ്പമാണ്. അതിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അമർത്തി പൊസിഷൻ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാത്തിനെയും അതേ അവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് എല്ലാത്തിനെയും തുടക്കത്തിൽ കൊണ്ടുവന്ന് ടാബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ പൊസിഷൻ ക്രമീകരിക്കാൻ സാധിക്കും. ഇപ്രകാരം ചെയ്ത ശേഷം ഫയൽ മെനുവിലെ പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ എസ് നൽകുക. ഫയൽ, ഓക്കെ. ഹോമിലെ എക്സാം ഡൺ ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യാം. ആ പ്രവർത്തനം പൂർത്തിയായി. ഈ ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. മേൽബർജ് ചെയ്ത ഫയൽ തുറക്കാൻ നമ്മൾ പറഞ്ഞു. ഹോമിലെ എക്സാം ഡൺ എന്ന് പറയുന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ആ ഫയൽ നമുക്കിവിടെ കാണാം. ഈ ഫയൽ തുറന്ന് ഇൻവിജിലേറ്ററിനെ കാണിക്കുക. ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപകനെ കാണിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആ പ്രവർത്തനം പൂർത്തിയായതായി കാണാം.